സിനിമാ വിവാദത്തിൽ ജോജു ജോർജിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയ്ക്ക് നൽകിയ പ്രതിഫലത്തിന്റെ രസീതടക്കം പങ്കുവച്ച പോസ്റ്റാണ് പിൻവലിച്ചത്. സിനിമയുടെ കരാർ പുറത്തുവിടാൻ ജോജു വെല്ലുവിളിച്ചിരുന്നു. സൈഫുനിസ അലിയാർ ചേർന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. സൈഫുനിസ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ലിജോ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ നമുക്ക്? പത്മ, ഈ ജോജു ജോർജ് ഒരു അഭിമുഖത്തിൽ ഈ ചുരുളി സിനിമയ്ക്ക് പ്രതിഫലം ലഭിച്ചില്ല എന്നും ചുരുളി സിനിമയുടെ തെറിയില്ലാത്ത ഭാഗം ഉണ്ടായിരുന്നു എന്നും എല്ലാം തന്നെ അഭിമുഖത്തിൽ പറഞ്ഞു. ഈ അഭിമുഖത്തിന് പിന്നാലെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ജോജു ജോർജിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റിൽ കൃത്യമായി ജോജു ജോർജിന് ഈ കഥാപാത്രത്തെ പറ്റി കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നും ആരും തെറ്റിൽ വെച്ച് ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പുറത്തു വന്നത്. ആ പോസ്റ്റ് പുറത്തു വന്നതോടെ ഏറെ വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ജോജു ജോർജ് വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. ആ പോസ്റ്റിൽ ഒപ്പമുണ്ടായിരുന്നത് ജോജുവിന് നൽകിയ ഒരു പ്രതിഫലത്തിന്റെ ഒരു ബില്ല് കൂടി ഉണ്ടായിരുന്നു, രസീത് കൂടി ഉണ്ടായിരുന്നു. ഇതടക്കം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് ജോജു ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു തുണ്ടു കടലാസ് മാത്രമല്ല, ഈ സിനിമയുടെ എഗ്രിമെന്റ് പുറത്തുവിടാൻ ജോജു ജോർജ് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ 2 ദിവസത്തിനിപ്പുറമാണ് ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി ഈ പോസ്റ്റ് തന്നെ പിൻവലിച്ചിരിക്കുന്നത്. ഈ സാലറിയുടെ വിവരങ്ങളടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്ന രസീതടക്കം പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. എഗ്രിമെന്റ് പുറത്തുവിടാൻ ജോജു ജോർജ് വെല്ലുവിളിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പോസ്റ്റ് അടക്കം മുക്കിക്കൊണ്ട് സംവിധായകൻ ലിജോ പെല്ലിശ്ശേരി വിവാദങ്ങളെ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ജോജു ജോർജ് കൂടുതൽ വിവാദങ്ങൾക്കില്ല എന്ന് പറയുമ്പോഴും ഇനി ഇക്കാര്യത്തിൽ ജോജുവിന് എന്താണ് പറയാനുള്ളതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ലക്ഷ്മി. സൈഫുനിസ അലിയാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.